കെ.ആർ. മീര അങ്ങനെ മലയാള സാഹിത്യത്തിന്റെ രമണീയമായ ഒരു കാലം പടിയിറങ്ങിയിരിക്കുന്നു. അങ്ങ് എങ്ങനെ അനുസ്മരിക്കുന്നു എം.ടി.യെ? രമണീയമായ കാലം മാത്രമായിരുന്നില്ല, ഏറ്റവും കൂടുതൽ പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾ കാലാനുസൃതമായി സ്വയം തിരുത്തി എഴുതിയ ഒരു എഴുത്തുകാരന്റെ കാഴ്ചപ്പാടുകൾ കൂടി അപ്രത്യക്ഷമാകുന്ന ഒരു അവസ്ഥയാണത്. തീർച്ചയായും എം.ടി. അദ്ദേഹത്തിന്റെ ആദ്യ കാലരചനകളായ ഓളവും തീരവും മുതൽ നമ്മുടെ സാമൂഹികമായി അന്ന് നിലനിന്നിരുന്ന എത്രയോ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ജീവിത അതിന്റെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ സംബന്ധിച്ച ക്ലേശകളെയും തിരുത്തി തകർത്തു എന്നാലോചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലോക സാഹിത്യവുമായുള്ള ബന്ധവും വായനയും ഒക്കെ അത് പുതിയ ആശയങ്ങളും പുതിയ ഒരു കാഴ്ചപ്പാടും സ്വന്തം നാടിലും സ്വന്തം ഭാഷയിലും സ്വന്തം സാഹിത്യത്തിലും പകർന്നു നൽകണം എന്ന നിർബന്ധം കൂടി തെളിയിച്ചിരുന്നു എന്ന് വേണം പറയാൻ. ഇത്രയും മനോഹരമായി ഭാഷയെ കൈകാര്യം ചെയ്ത എഴുത്തുകാർ, മനോഹരമെന്നല്ല പറയേണ്ടത്, അത്രയും ആരാധനയോടെ ഭാഷയെ കൈകാര്യം ചെയ്ത എഴുത്തുകാരില്ല. നാലുകെട്ട് മുതൽ ഓരോ കഥയും വായിക്കുമ്പോൾ, ചെറുകഥകളൊക്കെ തന്നെ വായിക്കുമ്പോൾ എത്ര ശ്രദ്ധയോടെയാണ്, എത്ര സൂക്ഷ്മതയോടെയാണ് അദ്ദേഹം വാക്കുകൾ നിരത്തുന്നത് എന്നതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. വായനക്കാരി എന്ന നിലയിലും എഴുത്തുകാരി എന്ന നിലയിലും എപ്പോഴും എം.ടിയുടെ പദവിന്യാസം എനിക്കൊരു വിസ്മയമായിട്ടുണ്ട്. അതുപോലെ എങ്ങനെയാണ് ഇദ്ദേഹം ഈ നമ്മളെ കരയിപ്പിക്കുന്നത്, നമ്മളെ ചിന്തിപ്പിക്കുന്നത് എന്ന് പഠിച്ചെടുക്കാൻ ഞാൻ ആ ഓരോ കഥയും പല ആവർത്തി വായിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ ഒരു വെക്കേഷനാണ് ആദ്യമായിട്ട് എം.ടിയുടെ നാലുകെട്ട് വായിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ എം.ടിയെ കുറിച്ച് ധാരാളം വായിച്ചിട്ടുണ്ടായിരുന്നു. പത്രങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ, പുസ്തകങ്ങൾ നമ്മളുടെ കയ്യിൽ കിട്ടിയിരുന്നില്ലെങ്കിലും അന്ന് എം.ടി പറഞ്ഞ ഒരു കാര്യം, ഈ എഴുത്തുകൊണ്ട് ഉപജീവനം നയിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം എന്നുള്ളതാണ്. ഏതാണ്ടൊരു കൗമാരം, ഒരു കുട്ടിക്കാലം എത്തുമ്പോൾ ഇതെന്റെ മനസ്സിൽ എപ്പോഴും കിടന്നിരുന്നു. എഴുത്തുകൊണ്ട് ഉപജീവനം നയിക്കുന്നത്, എഴുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വലിയ കാര്യമാണെന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്റെ മനസ്സിലുണ്ടാക്കിയത് എം.ടി ആണെന്ന് പറയാതെ വയ്യ. എം.ടിയുടെ എല്ലാ സിനിമകളും, എല്ലാ പുസ്തകങ്ങളും, എല്ലാ വാക്കുകളും നെഞ്ചേറ്റിയ വായനക്കാരിൽ ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു എന്റെ ഭാഷയെ ഏറ്റവും അധികം എന്റെ ഭാഷയെ സ്വാധീനിച്ചിട്ടുള്ള ഭാഷയുടെ ഉടമ ഒരു പക്ഷേ എം.ടി വാസുദേവനായിരുന്ന എഴുത്തുകാരൻ തന്നെയായിരിക്കും. അദ്ദേഹം കൈവച്ച മേഖലകളിലൊക്കെ നൽകിയ സംഭാവനകൾക്ക് സത്യത്തിൽ അത് നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. എം.ടി പോയി എന്നുള്ളത് ഒരു വലിയ വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. കുറെ ദിവസമായി ആശുപത്രിയിലാണെങ്കിലും ഒടുവിൽ കാണുമ്പോൾ വളരെ അവശനായി കാണപ്പെട്ടെങ്കിലും അപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ധിഷണയുടെ മൂർച്ച വളരെ കൃത്യമായി നമുക്ക് അനുഭവവേദിയായിരുന്നു. തീർച്ചയായും കെ.ആർ. മീര, അറിയാം ഈ ഒരു ഘട്ടം അത് മലയാളികളെ സംബന്ധിച്ച്, നമ്മൾ ഓരോരുത്തരെയും, സാഹിത്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും സംബന്ധിച്ച് എത്രമേൽ വികാരാധീനമാണെന്ന് അറിയാം. വളരെയധികം നന്ദി പ്രതികരിച്ചതിന്.